ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ അതുല്യ, ഓക്കെ ബവൽ ഫംഗ്ഷൻ പറ. ഫിസിയോളജിക്കൽ റോൾ ഓഫ് സെറട്ടോണിലെ ബവൽ ഫംഗ്ഷൻ. ഓക്കെ ഗുഡ്. ഹുസ്ന, രണ്ടാമത്തെ പോയിന്റ് മൂഡ്. ഓക്കെ ഗുഡ്. അലീന, ഫ്ലോട്ടിംഗ് വേർ. ഓക്കെ ഗുഡ്. ഷംന, നസിയ പറ. ഓക്കെ ഗുഡ്. സോന, സോന ബോൺ ഡെൻസിറ്റി പറ. ഓക്കെ. ഷിഹാന, ലാസ്റ്റ് പോയിന്റ് സെക്ഷൽ ഫംഗ്ഷൻ. ലാസ്റ്റ് പോയിന്റ്. ഓക്കെ. ഓക്കെ ഗുഡ്. ഷെമീന, ഷെമീന ലെഫ്റ്റ് ആയി. ഓക്കെ. റിസാന, ഇത് ഹിസ്റ്റാമിൻ ആൻഡ് ആന്റി ഹിസ്റ്റാമിൻ അതിലെ പോയിന്റ്സ് പറ. ഓക്കെ ഗുഡ്. അനുജ, റൂട്ട് ഏതൊക്കെയാ? യൂസസോ? മോഷൻ സിക്നസ് എന്നതാ? മോഷൻ സിക്നസ്. ഓക്കെ. ഷെമീന, what are the side effects of antihistamines? Okay. Nishana,
What are the contraindications? ഓക്കെ, ഇന്നലെ ഇവിടം വരെയാണ് എടുത്തത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റിഹിസ്റ്റാമിൻസ്. നെക്സ്റ്റ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റിഹിസ്റ്റാമിൻസ്. രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ഞാൻ അതൊരു എന്താ പറയുക കോളമായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ അത് നോട്ടിൽ എന്താ പറയുക വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ. ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ. രണ്ടാമത്തെ കോളത്തിൽ സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ. രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ, ദെൻ സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ. ഇനി അതിൽ വരുന്ന പോയിന്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ, ഫസ്റ്റ് പോയിന്റ്, these are highly lipid soluble, hence affects both CNS as well as periphery. അതായത് ഈ ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻസ് എന്താണ്, ലിപ്പിഡ് സോലുബിൾ ആണ്, ഹൈലി ലിപ്പിഡ് സോലുബിൾ ആണ്. മീൻസ് ലിപ്പിഡ്സിൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളതാണ്. ദെൻ ഹെൻസ് ഇഫക്ട്സ് ബോത്ത് CNS as well as periphery. അതായത് CNS-ലും പ്രവർത്തിക്കുന്നുണ്ട്, അതിന് ചുറ്റുമുള്ള ഭാഗത്തും. പെരിഫറൽ എന്നല്ല, പെരിഫറി. പെരിഫറി എന്ന് പറഞ്ഞാൽ പുറം ഭാഗത്ത്, CNS-നോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത്, ചുറ്റളവ് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് പെരിഫറി എന്ന് പറഞ്ഞാൽ. പെരിഫറൽ അല്ല, പെരിഫറി. പെരിഫറി എന്ന് പറഞ്ഞാൽ CNS-ന് ചുറ്റുമുള്ള ഭാഗത്ത്, അല്ലെങ്കിൽ ആ ഒരു ചുറ്റളവിൽ, ഓക്കെ, അല്ലെങ്കിൽ ആ പുറം ഭാഗത്തും അതുപോലെ തന്നെ CNS-ലുമാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ഇഫക്ട്സ് ഉള്ളത്. അതുകൊണ്ട് പറയാം, ഫസ്റ്റ് പോയിന്റ്, ദിസ് ആർ ഹൈലി ലിപ്പിഡ് സോലുബിൾ. അതായത് ലിപ്പിഡ്സിൽ നന്നായിട്ട് അലിയുന്നതാണ്. അതുപോലെ തന്നെ hence affects both CNS as well as periphery. അതായത് ഇതിന്റെ എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CNS-ലും അതുപോലെ തന്നെ CNS-ന് ചുറ്റളവിൽ അതുമായിട്ട് ചുറ്റിക്കിടക്കുന്ന ഭാഗത്തുമാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്ട് ഉള്ളത്. ഓക്കെ, അതിന്റെ നേരെ സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ, അതായത് രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിനിൽ അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ദിസ് ആർ ലാർജ് മോളിക്യൂൾസ് ആൻഡ് ലെസ് ലിപ്പോഫിലിക് ആൻഡ് ദസ് ലെസ് എഫക്ട് ഓഫ് ദ ബ്രെയിൻ. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അതായത് ഇവിടെ ഉള്ളത് ലാർജ് മോളിക്യൂൾസ് ആണ്. സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിനിലുള്ളത് ലാർജ് മോളിക്യൂൾസ് ആണ്, മീൻസ് വലിയ തന്മാത്രകളാണ്. ആൻഡ് ലെസ് ലിപ്പോഫിലിക്. ലിപ്പോഫിലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യുന്നത്, പെട്ടെന്ന് ഡിസോൾവ്ഡ് ഇൻ ലിപ്പിഡ്സ് ആണ് ലിപ്പോഫിലിക് എന്ന് പറഞ്ഞാൽ. ലിപ്പോഫിലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുപ്പിൽ ലിപ്പിഡ്സിൽ അലിഞ്ഞു പോകുന്നത്. ഓക്കെ, ലിപ്പിഡ്സിൽ അലിഞ്ഞു പോകുന്നതിനെയാണ് ലിപ്പോഫിലിക് എന്ന് പറയുന്നത്. ഡിസോൾവ്ഡ് ഇൻ ലിപ്പിഡ്സ്, അതായത് ലിപ്പിഡ്സിൽ ലയിച്ചു പോകുന്നതിനെയാണ് ലിപ്പോഫിലിക് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഈ മോളിക്യൂൾസ് ലെസ് ലിപ്പോഫിലിക് ആണ്, ലെസ് ലിപ്പോഫിലിക് ആണ്, അതായത് അലിഞ്ഞു പോവാത്തതാണ്. ദെൻ ആൻഡ് ദസ് ലെസ് ഇഫക്ട് ദ ബ്രെയിൻ. അതുപോലെ തന്നെ ഇത് ബ്രെയിനിലും ചെറിയ അളവിലുള്ള ഇഫക്റ്റേ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, ഒന്നുകൂടി പറയാം. സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിനിലെ ഫസ്റ്റ് പോയിന്റ്, ദിസ് ആർ ലാർജ് മോളിക്യൂൾസ് ആൻഡ് ലെസ് ലിപ്പോഫിലിക് ആൻഡ് ദസ് ലെസ് എഫക്ട് ദ ബ്രെയിൻ. അതായത് ഇവിടെയുള്ളത് വലിയ തന്മാത്രകളാണ്, അതുകൊണ്ട് തന്നെ ലിപ്പിഡ്സിൽ ചെറിയ രീതിയിലേ അരിയത്തുള്ളൂ, അതുകൂടാതെ തന്നെ ബ്രെയിനിലും ചെറിയ അളവിലെ ഇഫക്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു ഓൾറെഡി, രണ്ട് കോളമായിട്ട് വരയ്ക്കുക. അതിൽ ഫസ്റ്റ് പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ, സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ, അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ്സ് ആണ് പറഞ്ഞത്. ക്ലിയർ ആയോ ആ രണ്ട് പോയിന്റും? ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ്, അതായത് ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ കോളത്തിലെ സെക്കൻഡ് പോയിന്റ്, സെഡേറ്റീവ് ഇൻ നേച്ചർ. സെഡേറ്റീവ് ഇൻ നേച്ചർ. ഓക്കെ, സെഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. ഓക്കെ, ഇതിന് സെഡേഷൻ ആയിട്ടുള്ള ഒരു സ്വഭാവമാണുള്ളത്. മീൻസ് മയക്കം കൊടുക്കുന്ന രീതിയിലുള്ളൊരു കഴിവാണുള്ളത്. ഓക്കെ, സെഡേറ്റീവ് ഇൻ നേച്ചർ ആണ്, ആ ഒരു സ്വഭാവമാണ് ഉള്ളത്. സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിനിൽ നോൺ സെഡേറ്റീവ് ഇൻ നേച്ചർ ആണ്, അവിടെ നോൺ സെഡേഷൻ ആണ്. ഓക്കെ, നോൺ സെഡേറ്റീവ് ഇൻ നേച്ചർ ആണ്, അങ്ങനെ ഒരു സ്വഭാവമാണ് ഉള്ളത്, അതായത് നോൺ സെഡേറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് ഫസ്റ്റ് ജനറേഷൻ സെഡേറ്റീവ് ആണ്, സെഡേറ്റീവ് ഇൻ നേച്ചർ ആണ്. സെക്കൻഡ് ജനറേഷൻ നോൺ സെഡേറ്റീവ് ഇൻ നേച്ചർ ആണ്. കിട്ടിയോ രണ്ടാമത്തെ പോയിന്റ്? ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഓൾസോ ഷോസ് ആസ് ആന്റികോളിനർജിക് ആൻഡ് ആന്റി അഡ്രിനർജിക് ഇഫക്റ്റ്. അതായത് ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിനെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആന്റികോളിനർജിക് ആൻഡ് ആന്റി അഡ്രിനർജിക് ഡ്രഗ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻസിന് അതിനുള്ള ഇഫക്റ്റ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഇഫക്റ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഇറ്റ് ഓൾസോ ഷോസ് അസ് ആന്റികോളിനർജിക് ആൻഡ് ആന്റി അഡ്രിനർജിക് ഇഫക്റ്റ്. അതായത് റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ആന്റികോളിനർജിക് എന്താണെന്നും ആന്റി അഡ്രിനർജിക് എന്താണെന്നൊക്കെ നമ്മൾ അതിന്റെ മെക്കാനിസം ഒക്കെ പഠിച്ചതാണ്. ഓക്കെ, ആ ഒരു എഫക്റ്റ് ഇത് കാണിക്കുന്നുണ്ട്.
അതായത് ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ ആ ഒരു ഇഫക്റ്റ് കാണിക്കുന്നുണ്ട്. ദെൻ സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിനിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. നോ ഇഫക്റ്റ് ആസ് ആന്റികോളിനർജിക് ആൻഡ് ആന്റി അഡ്രിനർജിക്. അതായത് ആന്റികോളിനർജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആന്റി അഡ്രിനർജിക് ആയിട്ടുള്ള ഇഫക്റ്റ് കാണിക്കുന്നില്ല. മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. ദെൻ ഫോർത്ത് പോയിന്റ്, നാലാമത്തെ പോയിന്റ്, ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, ഹെൻസ് മോർ ഇൻടേക്ക് ഓഫ് ടാബ്ലറ്റ്സ്. അതായത് ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതായത് പ്രവർത്തനം, ഈ ഡ്രഗിന്റെ പ്രവർത്തനം കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ടാബ്ലറ്റ്സ് കുറെ കഴിക്കേണ്ടി വരും. മീൻസ് അതായത് ഇത്ര ടൈമിൽ, അതായത് 3 times 2 times എന്നൊക്കെയുള്ള ഒരു ഇത് വരുന്നുണ്ട്. ഓക്കെ, 3 times കഴിക്കണം അല്ലെങ്കിൽ 4 times കഴിക്കണം എന്നുള്ളൊരു ഇത് വരും. അതായത് ഷോർട്ട് ഡ്യൂറേഷൻ ആണ് ആക്ഷൻ, ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. മീൻസ് കുറഞ്ഞ ഒരു ആക്ഷനേ ഉള്ളൂ, കുറഞ്ഞ നേരത്തേക്കുള്ളൊരു ആക്ഷൻ, കുറഞ്ഞ നേരത്തേക്കുള്ള ഒരു പ്രവർത്തനമേ ഉള്ളൂ. അത് പിന്നെ എഫക്റ്റ് എന്താവും, ലോസ് ആകും. അല്ലെങ്കിൽ പിന്നെയും ഡ്രഗ് കഴിക്കണം. ഓക്കെ, അതുകൊണ്ട് കുറെ ടാബ്ലറ്റ്സ് കഴിക്കണം. ഒന്നുകൂടി വായിക്കാൻ പോയിന്റ്, ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, ഹെൻസ് മോർ ഇൻടേക്ക് ഓഫ് ടാബ്ലറ്റ്സ്. ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കണം. ദെൻ സെക്കൻഡ് ജനറേഷനിലെ പോയിന്റിലോട്ട് വരുമ്പോൾ ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഗിവൺ വൺസ് ഡെയിലി. അതായത് സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ എന്താണ്, ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ആണ്. കുറെ നേരത്തേക്കുള്ള ആക്ഷൻ ബോഡിയിൽ നിൽക്കും, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം കുറെ നേരത്തേക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദിവസം ഒരു ടൈം കഴിച്ചാൽ മതി ഡ്രഗ്, ദിവസം ഒരു ടൈം കഴിച്ചാൽ മതി, വൺസ് ഡെയിലി. ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഗിവൺ വൺസ് ഡെയിലി. അതായത് ദിവസം ഒരു തവണ കൊടുത്താൽ മതി. ക്ലിയർ ആയോ പോയിന്റ്? ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. Then fifth point, it results in sleepiness. It results in sleepiness. അതായത് സെഡേറ്റീവ് എന്നുള്ള ആ ഒരു നേച്ചർ തന്നെ, അതായത് ഇത് ഉറക്കം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇതിന്റെ റിസൾട്ട് ആയിട്ട് ഉറക്കം ഉണ്ടാകും. ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സ് എടുത്തതിന്റെ റിസൾട്ട് ആയിട്ട് സ്ലീപ്പിനെസ്, അതായത് സ്ലീപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഉറക്കം തൂങ്ങൽ, മീൻസ് ഉറക്കം ഉണ്ടാക്കുന്ന അർത്ഥം. Then second generation of antihistamine, it results in little or no sleepiness. സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ കഴിച്ചാൽ ഉറക്കം ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഉറക്കം ഉണ്ടാകും, ചെറിയ രീതിയിലുള്ള മയക്കം ചിലപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാവണമെന്നില്ല. ഇറ്റ് റിസൾട്ട്സ് ഇൻ ലിറ്റിൽ ഓർ നോ സ്ലീപ്നെസ്. കിട്ടിയോ? ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് സിക്സ്ത്, ആറാമത്തെ പോയിന്റ്, കോമൺ സൈഡ് എഫക്ട്സ് ആണ് പറയുന്നത്. അതായത് ഫസ്റ്റ് ജനറേഷന്റെ കോമൺ സൈഡ് എഫക്ട്, ഡ്രൗസിനെസ്, then impaired thinking. Drowsiness, impaired thinking. Drowsiness എന്ന് ഓൾറെഡി പറഞ്ഞ മയക്കം അല്ലെങ്കിൽ ഉറക്കം ഉണ്ടാക്കും. Then impaired thinking, അതായത് ചിന്തിക്കുന്നതിൽ വ്യത്യാസം വരും, ഇമ്പയർമെന്റ് വരും, അതിൽ വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ അതിൽ വേരിയേഷൻ ഉണ്ടാകും. impaired thinking, drowsiness and impaired thinking ആണ് കോമൺ സൈഡ് എഫക്ട് ഫസ്റ്റ് ജനറേഷന്റെ. Then സെക്കൻഡ് ജനറേഷന്റെ കോമൺ സൈഡ് എഫക്ട്, ഹെഡേക്ക്, then dry mouth, then dry nose. Headache, dry mouth and dry nose. കിട്ടിയോ? ആറാമത്തെ പോയിന്റ് കിട്ടിയോ? ഓക്കെ. Then last one, seventh one, എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ജനറേഷൻ ഉള്ള ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്ന ഒരു ഡ്രഗിന്റെ, പ്രോമെത്താസിൻ. പ്രോമെത്താസിൻ ഫസ്റ്റ് ജനറേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, പ്രോമെത്താസിൻ. ഓക്കെ. ദെൻ സെക്കൻഡ് ജനറേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, സിട്രിസിൻ. സിട്രിസിൻ. ഫസ്റ്റ് ജനറേഷൻ പ്രോമെത്താസിൻ, സെക്കൻഡ് ജനറേഷൻ സിട്രിസിൻ. കിട്ടിയോ ലാസ്റ്റ് പോയിന്റ്? ഓക്കെ. ഓക്കെ, ഇത്രയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്, ആ ഒരു ടേബിൾ വരുന്നത്. ഓക്കെ, ആ ടേബിൾ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് വരച്ചെടുക്കാം. ഓക്കെ. നെക്സ്റ്റ് mechanism of action. അടുത്ത heading, mechanism of action. Okay, in that the primary mechanism of antihistamine action in the treatment of allergic disease is believed to be competitive antagonism of histamine binding to cellular receptors which are present on nerve endings, smooth muscles and glandular cells. അതായത്
ആന്റിഹിസ്റ്റാമിന്റെ പ്രധാനപ്പെട്ട മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അലർജിക് ഡിസീസിനാണ് പ്രധാനമായിട്ടും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹിസ്റ്റാമിനെ ബൈൻഡ് ചെയ്യുക, അതായത് ഹിസ്റ്റാമിനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുക, പ്രധാനമായിട്ടും സെല്ലുലാർ റിസപ്റ്റേഴ്സിലാണ്. അതായത് ഹിസ്റ്റാമിനെ എഗെയിൻസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആണ് ഈ ആന്റിഹിസ്റ്റാമിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഹിസ്റ്റാമിനെ എഗെയിൻസ്റ്റ്, അന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ്, ഓക്കെ, അതിനെ എഗെയിൻസ്റ്റ് ചെയ്യുന്ന, ഹിസ്റ്റാമിനെ എഗെയിൻസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ എതിർക്കുക എന്നുള്ളതാണ് ഈ ആന്റിഹിസ്റ്റാമിൻസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. അത് എങ്ങനെ എതിർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈൻഡിങ് ടു സെല്ലുലാർ റിസപ്റ്റേഴ്സ്, അതായത് സെല്ലുലാർ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ്. സെല്ലുലാർ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, H1 റിസപ്റ്റർ, H2 റിസപ്റ്റർ, H3 റിസപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ്. വിച്ച് ആർ പ്രസന്റ് ഓൺ നെർവ് എൻഡിങ്സ്, സ്മൂത്ത് മസിൽസ് ആൻഡ് ഗ്ലാൻഡുലാർ സെൽസ്. അതായത് ഈ റിസപ്റ്റേഴ്സ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് ആണ് പറയുന്നത്. നെർവ് എൻഡിങ്സിൽ കാണപ്പെടുന്നുണ്ട്, സ്മൂത്ത് മസിൽസിൽ കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്ലാൻഡുലാർ സെൽസിലും കാണപ്പെടുന്നുണ്ട്. ഒന്നുകൂടി പറയാം, മെക്കാനിസം ഓഫ് ആക്ഷൻ. The primary mechanism of antihistamine action in the treatment of allergic disease is believed to be competitive antagonism of histamine binding to cellular receptors which are present on nerve endings, smooth muscles and glandular cells. അതായത് ആന്റിഹിസ്റ്റാമിൻ പ്രധാനമായിട്ടും ട്രീറ്റ് ചെയ്യുന്നത് അലർജിക് ഡിസീസിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റാമിനെ എതിർക്കുന്ന രീതിയിൽ, ഹിസ്റ്റാമിനായിട്ട് എതിർത്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു മെക്കാനിസമാണ്. അതായത് എങ്ങനെ എതിർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലുലാർ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ്. സെല്ലുലാർ റിസപ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ് H1, H2, H3 ഒക്കെ റിസപ്റ്റേഴ്സ്. അതിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ്. which are present on the nerve endings, smooth muscles and glandular cells. അതായത് ഈ സെല്ലുലാർ റിസപ്റ്റേഴ്സ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. നെർവ് എൻഡിങ്സിൽ കാണുന്നുണ്ട്, സ്മൂത്ത് മസിൽസിലുണ്ട്, അതുകൂടെ തന്നെ ഗ്ലാൻഡുലാർ സെൽസിലൊക്കെ കാണപ്പെടുന്നുണ്ട്. മെക്കാനിസം ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇന്ന് അടുത്ത സെക്ഷൻ പറയാം. ഓക്കെ, അലീന, ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ പറയാം. ഫസ്റ്റ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻസ് പെരിഫറി ആണ്, പെരിഫറി അല്ല, പെരിഫറി എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും, അല്ലെങ്കിൽ ആ ഒരു ചുറ്റളവ്, അല്ലെങ്കിൽ ആ ഒരു പുറംഭാഗത്ത് എന്നുള്ള അർത്ഥം. പെരിഫറൽ അല്ല കേട്ടോ. ഓക്കെ 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 ഗുഡ്. മ്യൂട്ട് ചെയ്തോ. സെല്ലിയ, ഓക്കെ, സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റാമിൻ പറ. ഓക്കെ 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 ഗുഡ്. നിഷാന, what is the mechanism of action? ഓക്കെ ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആന്റാസിഡ്സ്. നെക്സ്റ്റ് ഹെഡിങ് ആന്റാസിഡ്സ്. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. Antacids are medication that neutralize stomach acid.
Antacids are medication that neutralize stomach acid. അതായത് antacids എന്ന് പറഞ്ഞ മെഡിക്കേഷൻ ആണ്. അത് ന്യൂട്രലൈസ് സ്റ്റൊമക് ആസിഡ്, അതായത് സ്റ്റൊമക്കിലെ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുക, മീൻസ് നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് antacids എന്ന് പറഞ്ഞ മെഡിക്കേഷൻ ആണ്. അത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക്കിലെ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ, മീൻസ് അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഓക്കെ, ദെൻ യൂസസ് ആണ് പറയുന്നത്. നെക്സ്റ്റ് യൂസസ് അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ. യൂസസ് അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ ആണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഇൻഡൈജഷൻ. ഇൻഡൈജഷൻ എന്ന് പറഞ്ഞാൽ ദഹനക്കേട്, എന്തെങ്കിലും ദഹനക്കേട് ഉണ്ടാകുമ്പോൾ ആന്റാസിഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ ഹാർട്ട് ബേൺ. ഹാർട്ട് ബേൺ എന്ന് പറഞ്ഞാൽ നെഞ്ചരിച്ചിൽ. ഓക്കെ, നെഞ്ചരിച്ചിൽ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് വൺ സ്റ്റൊമക് അൾസർ. സ്റ്റൊമക് അൾസർ അല്ലെങ്കിൽ പെപ്റ്റിക് അൾസർ. സ്റ്റൊമക് അൾസർ എന്ന് പറഞ്ഞാൽ വയറ്റിലെ പുണ്ണിന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഗ്യാസ്ട്രൈറ്റിസ്. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക്കിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, സ്റ്റൊമക്കിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, അതിനും യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി പറയാം യൂസസ്. ഫസ്റ്റ് വൺ ഇൻഡൈജഷൻ മീൻസ് ദഹനക്കേട്. സെക്കൻഡ് വൺ ഹാർട്ട് ബേൺ മീൻസ് നെഞ്ചരിച്ചൽ. ദെൻ തേർഡ് വൺ സ്റ്റൊമക് അൾസർ മീൻസ് വയറ്റിലുണ്ടാകുന്ന പുണ്ണ്. ദെൻ ലാസ്റ്റ് വൺ ഗ്യാസ്ട്രൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഓഫ് ദ സ്റ്റൊമക്ക്. കിട്ടിയോ? യൂസസ് കിട്ടിയോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നെക്സ്റ്റ് ഹെഡിങ് causes of excessive release of acids in the stomach. Causes of excessive release of acids in the stomach. അടുത്ത ഹെഡിങ്, അതായത് ഈ കൂടിയ അളവിലുള്ള ആസിഡ് സ്റ്റൊമക്കിൽ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. അതായത് സ്റ്റൊമക്കിൽ കൂടിയ അളവിൽ ആസിഡ്സ് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതിന്റെ കാരണമാണ് പറയുന്നത്. ഓക്കെ, മീൻസ് വയറ്റിൽ കൂടിയ അളവിൽ ആസിഡ്സ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്, അത്രമാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നാണ് പറയുന്നത്. എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ആൽക്കഹോൾ കൺസംപ്ഷൻ. ആൽക്കഹോൾ കൺസംപ്ഷൻ, അതായത് ആൽക്കഹോൾസ് മീൻസ് ആൽക്കഹോളിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൺസ്യൂം ചെയ്യുന്നത് വഴി എന്താ പറയാ ആസിഡ് സ്റ്റൊമക്കിൽ കൂടും. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് ഈറ്റിംഗ് സർട്ടൈൻ ഫുഡ്സ്. അതായത് ചില ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുന്നത് വഴിയും എന്താണ് ആസിഡ്സിന്റെ അളവ് കൂടും. ദെൻ മൂന്നാമത്തത് സ്മോക്കിംഗ് ചെയ്യുന്നത് വഴിയും കൂടും. ദെൻ നാലാമത്തത് സർട്ടൈൻ ഡ്രഗ്സ്, ചില ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് വഴി, അതായത് എക്സാമ്പിൾ ആസ്പിരിൻ. ചില ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് വഴിയും ആസിഡിന്റെ അളവ് കൂടാം. ദെൻ ലാസ്റ്റ് വൺ സ്ട്രെസ് ഉണ്ടെങ്കിലും സ്റ്റൊമക്കില് ആസിഡിന്റെ അളവ് കൂടും. ഓക്കെ, ഒന്നും കൂടി പറയാം. മെയിൻ ഹെഡിങ് കോസസ് ഓഫ് എക്സസീവ് റിലീസ് ഓഫ് ആസിഡ്സ് ഇൻ ദ സ്റ്റൊമക്ക്. അതായത് സ്റ്റൊമക്കില് കൂടിയ അളവിൽ ആസിഡ് ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് ആൽക്കഹോൾ കൺസംപ്ഷൻ, അതായത് ആൽക്കഹോളും ആൽക്കഹോളിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നത് മീൻസ് കഴിക്കുന്നത് വഴി ആസിഡിന്റെ ഉൽപാദനം കൂടാം. ദെൻ ഈറ്റിംഗ് സർട്ടൈൻ ഫുഡ്സ്, ചില രീതിയിലുള്ള ഫുഡ് കഴിക്കുന്നത് വഴിയും ഉണ്ടാകും. ദെൻ സ്മോക്ക് ചെയ്യുന്നത് വഴി ഉണ്ടാകും. ദെൻ സർട്ടൈൻ ഡ്രഗ്സ്, ചില ഡ്രഗ്സ് കഴിക്കുന്നത് വഴിയും ഉണ്ടാകും. എക്സാമ്പിൾ ആസ്പിരിൻ പോലുള്ള ഡ്രഗ്. ദെൻ ലാസ്റ്റ് വൺ സ്ട്രെസ്, ചില സ്ട്രെസ് ഒക്കെ എന്താണ് സ്ട്രെസ്സും ആസിഡിന്റെ ഉൽപാദനം കൂട്ടും. കിട്ടിയോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് സൈഡ് എഫക്ട്സ് ആണ്. നെക്സ്റ്റ് സൈഡ് എഫക്ട്സ്. Okay, in that first one diarrhea or constipation. Diarrhea അല്ലെങ്കിൽ constipation. Second one flatulence. Flatulence ആണ് ഗ്യാസ്. Okay, ഗ്യാസ് ആണ്. പാസിംഗ് വിൻഡ് എന്നാണ് മീനിങ്. ഫ്ലാറ്റുലൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസിംഗ് വിൻഡ് അല്ലെങ്കിൽ പാസിംഗ് ഗ്യാസ് എന്നുള്ള മീനിങ് ആണ്. ഫ്ലാറ്റുലൻസ് എന്ന പാസിംഗ് ഗ്യാസ് അല്ലെങ്കിൽ പാസിംഗ് വിൻഡ് എന്നുള്ള അർത്ഥം ഫ്ലാറ്റുലൻസ്. ദെൻ മൂന്നാമത്തത് സ്റ്റൊമക് ക്രാംസ്. നാലാമത്തത് വോമിറ്റിംഗ്. എന്നോട് പറയാം സൈഡ് എഫക്ട്സ്. ഫസ്റ്റ് വൺ ഡയേറിയ ഓർ കോൺസ്റ്റിപ്പേഷൻ. രണ്ടാമത്തത് ഫ്ലാറ്റുലൻസ്. മൂന്നാമത്തത് സ്റ്റൊമക് ക്രാംസ്. നാലാമത്തത് വോമിറ്റിംഗ്. ഫ്ലാറ്റുലൻസ് എന്ന് പറഞ്ഞാൽ പാസിംഗ് ഗ്യാസ് അല്ലെങ്കിൽ പാസിംഗ് വിൻഡ് എന്നുള്ള അർത്ഥം. സൈഡ് എഫക്ട്സ് കിട്ടിയോ?
Okay. Next, contraindication. Next, contraindication. In that, first one, pregnant or breastfeeding. Pregnant or breastfeeding means pregnancy സമയത്ത് അതുപോലെ തന്നെ breastfeeding means മുലയൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ pregnant ആയിരിക്കുന്ന സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല. Then liver disease. കരൾ രോഗം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. Then means liver disease കരളിന് എന്തെങ്കിലുമൊക്കെ രോഗം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. Then heart failure. Heart failure ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. Then kidney disease. Then last one, high blood pressure means hypertension ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ബി പി ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റത്തില്ല. ഒന്നും കൂടി വായിക്കാം contraindications. First one, pregnant or breastfeeding. Second one, liver disease. Third one, heart failure. Then kidney disease. Last one, high blood pressure. കിട്ടിയോ? contraindications കിട്ടിയോ? Okay. Next heading, types of antacids. Types of antacids. Next heading, types of antacids. Okay, in that first one, sodium containing antacid. Sodium containing antacid. അതിന് എക്സാമ്പിൾ ആണ് സോഡിയം ബൈകാർബണേറ്റ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സോഡിയം കണ്ടെയ്നിങ് ആന്റാസിഡ്. ഓക്കെ, അതിന്റെ താഴെ എക്സാമ്പിൾ സോഡിയം ബൈകാർബണേറ്റ്. എക്സാമ്പിൾ സോഡിയം ബൈകാർബണേറ്റ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഗ്നീഷ്യം കണ്ടെയ്നിങ് ആന്റാസിഡ്. മഗ്നീഷ്യം കണ്ടെയ്നിങ് ആന്റാസിഡ്. അതിന് എക്സാമ്പിൾ മഗ്നീഷ്യം കാർബണേറ്റ്. മഗ്നീഷ്യം കാർബണേറ്റ്. മൂന്നാമത്തത് കാൽസ്യം കണ്ടെയ്നിങ് ആന്റാസിഡ്. എക്സാമ്പിൾ കാൽസ്യം കാർബണേറ്റ്. ദെൻ നാലാമത്തത് അലുമിനിയം കണ്ടെയ്നിങ് ആന്റാസിഡ്. അലുമിനിയം കണ്ടെയ്നിങ് ആന്റാസിഡ്. അതിന് എക്സാമ്പിൾ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്. ഒന്നും കൂടി വായിക്കാം. ടൈപ്സ് ഓഫ് ആന്റാസിഡ്സ്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ സോഡിയം കണ്ടെയ്നിങ് ആന്റാസിഡ്. അതിന് എക്സാമ്പിൾ സോഡിയം ബൈകാർബണേറ്റ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഗ്നീഷ്യം കണ്ടെയ്നിങ് ആന്റാസിഡ്. അതിന് എക്സാമ്പിൾ മഗ്നീഷ്യം കാർബണേറ്റ്. മൂന്നാമത്തത് കാൽസ്യം കണ്ടെയ്നിങ് ആന്റാസിഡ്. അതിന് എക്സാമ്പിൾ കാൽസ്യം കാർബണേറ്റ്. നാലാമത്തത് അലുമിനിയം കണ്ടെയ്നിങ് ആന്റാസിഡ്. അതിന് എക്സാമ്പിൾ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ല്. ടൈപ്സ് കിട്ടിയോ? ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. പിന്നെ അടുത്തതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹുസ്ന, എനിക്ക് ആന്റാസിഡിന്റെ ഡെഫിനിഷൻ പറ. ഓക്കെ, ഗുഡ്. അതുല്യ, what are the uses? Digestion. Gastritis. Infection of the stomach. Okay, good. Sona, okay, what are the causes of excessive release of acid in the stomach? Mm. Okay, good. Shikhana, what are the side effects? Mm. Okay, Jamna, what are the contraindications? Okay, good. Shamina, what are the types of antacids? Mm. 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 Mm.
ഓക്കെ ഗുഡ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ബാക്കി ക്ലാസ് നെക്സ്റ്റ് ഡേ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.